അങ്ങനെയല്ല ഷാമ്പു, ഞാൻ ചോദിക്കാം. ഇവിടുന്ന് ഇപ്പൊ 3-4 വട്ടം ഷാമ്പു വായിട്ടലച്ച് ഞാൻ പാപ്പട്ടം കിതച്ചിരിക്കുന്ന നോക്കി ഇരിക്കുന്ന ഇരിപ്പ് വേണ്ട. സത്യമുണ്ട്, കണ്ടിട്ട് തന്നെ എനിക്ക് സങ്കടം വന്നു. മലയാളി ഇത് കാണുന്നുണ്ട്, ഉറപ്പായിട്ട് ഷാമ്പുവിന് സാലറി കൂട്ടി കൊടുക്കണം. പിന്നെ അതുകൂടാതെ ഷാമ്പു വായിട്ടലച്ച് പാവം കഷ്ടം തോന്നി. ഞാൻ കോഴിക്ക് കൊടുക്കുന്ന തീറ്റയെങ്കിലും അവള് കൊണ്ടൊന്ന് എനിക്ക് തരുമെന്ന് വിചാരിച്ചു. അവള് പതുക്കെ വിട്ട് കളഞ്ഞു കോഴിയുമായിട്ട്. ഓറഞ്ച് കൊണ്ടുവന്ന് എന്നിട്ട് എന്നെ കണ്ടുടനെ പതുക്കെ അവിടെ ഇരുന്ന് പൊളിച്ച് തിന്നുന്നു. പറ ഇവിടുന്ന് ഇപ്പൊ 4-5 വട്ടോളം ഷാമ്പു കയറുന്ന ഇറങ്ങുന്ന കൂടെ നിന്ന് നടന്ന് എനിക്ക് തന്നെ സങ്കടം വന്നിട്ട് ഞാൻ പോയി ഇരിക്കുവായിരുന്നു. ഒരടി പോലും പറയാതെ കറക്റ്റായിട്ട് തെറ്റാതെ പറഞ്ഞു എങ്ങനെ ഇവിടുന്ന് ഫോർച്ച് ചെയ്ത് വാഹനം എങ്ങനെ ഇറക്കും. കാരണം നമ്മൾ ഏത് സൈഡിലോട്ട് ഇറങ്ങിയാലും ഇത് തട്ടാതെ എങ്ങനെ ഇറക്കാൻ പറ്റും. റിവേഴ്സ് ഗിയർ ഇട്ട് ഫുള്ള് ഇടത്തോട്ട് തിരിച്ച് എന്നിട്ട് ഗേറ്റിന്റെ പുറത്തിറങ്ങിയിട്ട് സ്റ്റിയറിംഗ് നേരെ ആക്കണം. ഗേറ്റിന്റെ പുറത്തോട്ടാണ് ഇറക്കുന്നത്. അല്ല ഇവിടെ ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോ സ്റ്റിയറിംഗ് നേരെ ആക്കണം. ക്ലച്ച് ഓടിക്കും, ക്ലച്ച് ഓട്ട്, റിവേഴ്സ് ഇടും, റിവേഴ്സ് ഗിയർ ഇടും, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും. ബ്രേക്ക് ഓടി പിടി. ഓക്കെ അല്ല? ഇനി പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞു. തിരിക്ക്, ഫുള്ള് ഇടത്തോട്ട് തിരിച്ചു. ഇനി എന്ത് ചെയ്യണം? ഏത് മിറർ നോക്കണം? അപ്പോൾ റൈറ്റ് സൈഡ് നോക്കണം, ലെഫ്റ്റ് സൈഡ് നോക്കണം. ഇത് മാത്രമല്ല 2 മിററും നോക്കണം. എന്തായിരിക്കും 2 മിററും നോക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല, സ്പേസിന്റെ മാത്രമല്ല, നമ്മൾ ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് കിടക്കുന്നത്, മനസ്സിലായോ? അപ്പൊ 2 മിററും മാറി തിരിഞ്ഞും നോക്കണം. നമുക്ക് പോകേണ്ട സൈഡ് കൂടുതൽ നോക്കിക്കോണം. ഓക്കെ, പോകേണ്ട സൈഡ് ഏതാണ്? ഈ സൈഡിലോട്ടാണ് നമ്മുടെ വണ്ടി ആദ്യം ബാക്ക് വരുന്നത്. അപ്പൊ ആ സൈഡ് നോക്കാതെ കണ്ട കാണാൻ പോടാം. ഇനി എന്ത് ചെയ്യണം? പുറകോട്ട് ഇറക്കും. എത്ര ഇറക്കണോന്ന് അറിയാലോ. പോട്ടെ. ബ്രേക്കിൽ നിന്ന് കാലെടുത്തോണ്ട് ഓടരുത്. ക്ലച്ച് പതുക്കെ, ബ്രേക്ക് പതുക്കെ ചവിട്ടി കൊടുക്കുക. പറ. ബ്രേക്ക് അപ്പൊ അത് മാത്രം നോക്കിയാൽ മതിയോ? വേറെ എന്തെങ്കിലും കാര്യം നോക്കണം? ഇതല്ല, ഇത് മറന്നേക്കും. ഇത് കണ്ടല്ലോ. ആ മിറർ അല്ലാതെ ബാക്കിലെ കാഴ്ച അല്ലാതെ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കണം. അങ്ങനെ ഇറങ്ങുമ്പോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ടാ വരുന്നത്? അത് മാത്രം നോക്കി പോരും. ഫ്രണ്ട് അടുക്കുന്നെന്ന് തോന്നുമ്പോ നിർത്തിക്കണം. നോക്ക് കണ്ട, മാക്സിമം ചേർന്നാ വരുന്നത്. ഫ്രണ്ട് അടുക്കുന്നത് തോന്നുമ്പോ നിർത്തിക്കണം. അടുത്തോണ്ട് ഓടിക്കളായിരുന്നു കേട്ടാ. പോട്ടെ. ഇതിങ്ങനെ പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞാലേ ഞങ്ങളില്ലെങ്കിൽ ഇതെങ്കിലും ചെയ്തോളൂ. അല്ലെങ്കിൽ മടിച്ചായിട്ട് ഈ വണ്ടി കയറ്റി ഇവിടെ ഇടും, ഡ്രൈവറിനെ വിളിച്ച് അല്ല സംഭവം വീണ്ടും ഇത് തന്നെയായിരിക്കും. പൈസ കളയും. അങ്ങനെ പൈസ കളയാൻ ഞങ്ങൾ സമ്മതിക്കരുത്. നിർത്ത്. ഇനി എന്ത് ചെയ്യണം? മതി അത്രയും മതി. ഇനി എന്ത് ചെയ്യണം? നോക്ക്, ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി പിടിച്ചോണം. 2 റോഡ് നേരെയാക്കി. ഇനി എന്താണ് ചെയ്യേണ്ടത്? പറ. എവിടം വരെ ഇറക്കണം? നീ വിട്ടോട്. ഗ്ലാസ് തൂണിന്റെ അപ്പുറം മാറിയത് വരെ വിട്ടോടും. ഇപ്പൊ പഴയ HL ഓർമ്മ വരുന്നു തോന്നല്ല. ചിരിക്കല്ല. ഇതൊന്നുമല്ല, ശമ്പൂന്റെ ഇടി 5 ടണ്ണ ഒരു ഇടി എന്ന് പറഞ്ഞാല്. അങ്ങനെയാണ്. നോക്കിയിട്ട് കാര്യമില്ല. ശമ്പൂന്റെ ഇടി 5 ടണ്ണ. അത് ഫ്രൈ ആയി ആ കോഴി. നോക്കണ്ട. ഇനി എന്ത് ചെയ്യണം? തിരി. ഇനി എന്ത് ചെയ്യണം? എവിടെ നോക്കണം? മതിൽ നോക്കണം. നീ അങ്ങോട്ട് അടുത്തുടനെ എന്ത് ചെയ്യണം? പറ. പോട്ടെ. ആ സൈഡും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ആദ്യം ചെറുക്കൻ തളർന്നു മാറിയിരിക്കുവോ? ചെറുക്കൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വെറുതെ അത് നോക്കല്ല, അവിടുത്തെ കാര്യം ശ്രദ്ധിച്ചോണം. കിട്ടിയില്ല? അവിടെ നിർത്ത്. ഇനി എന്ത് ചെയ്യണം? നോക്കുക നീ. നോക്കി നിവർത്തി കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യണം? ബാക്കിൽ എവിടം വരെ പോവാം? അവിടെയാണ് നമുക്ക് എപ്പോഴും തെറ്റിദ്ധരിക്കൊണ്ടിരുന്നത്. വിട്ടോടും, മറയുന്നവരെ വിട്ടോട്. പോട്ടെ, മറയുന്നവരെ വിട്ടോട്. പോട്ടെ. ഇത് കറക്റ്റ് വരവായിരുന്നു. പോട്ടെ. ആ മതിൽ മറയുമ്പോൾ നിർത്തിക്കണം. മറഞ്ഞിട്ടില്ല, കുഞ്ഞ് പോട്ടെ. പറഞ്ഞാ ഇച്ചിരി കൂടെ മറയണ്ട. ഇച്ചിരി കൂടെ വരട്ടെ. മതി.
മറഞ്ഞാ ഇച്ചിരി കൂടെ വിട്ടോളൂ. ഇപ്പൊ ഓക്കെ അല്ല? ഇനി എന്ത് ചെയ്യണം പറ? ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇടവഴിയിലോട്ട് ഇറങ്ങി പോകണ്ട. ഇനി എന്ത് ചെയ്യണം? ഫുൾ ഓടിക്കാന്നെങ്കിൽ ഈ കാഴ്ച ഞാൻ പറഞ്ഞത് എന്നെ കാണുന്നതല്ല, അതിന്റെ തുമ്പ് ചേർത്ത് ഇങ്ങനെ കാണുന്നതല്ല, ഇവിടെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞു. പറയടാ. ഇതിന്റെ തുമ്പ് ഈ ഭാഗം, ഈ ഭാഗം വേണ്ട, പാത്രത്തിൽ തന്നുവിടും. പാത്രത്തിൽ തന്നുവിടും. മതി മതി മതി. ശരി. അത് മറഞ്ഞ ഫുള്ള് സ്റ്റിയറിങ് ഒടിച്ച്. ശരിയല്ല? ഇനി എവിടെയാ നോക്കേണ്ടത്? ഇവിടെ നോക്കാനുള്ള കാരണം എന്താ? സ്പേസ് കിട്ടുന്നവരെ വിട്ടു കൊടുക്കും. പോട്ടെ പോട്ടെ പോകട്ടെ പോട്ടെ. അവിടെ നല്ല സ്പേസ് കിട്ടും. പോട്ടെ. ശംഭൂരെ കാണാൻ പറ്റും. ശംഭൂരെ കണ്ടില്ലെങ്കിൽ അപ്പുറത്ത് വീട്ടില്ല കിണറെങ്കിലും കാണാൻ പറ്റും. പതുക്കെ ആവേശം കാണിക്കരുത്. പതുക്കെ പോവാള്. പോട്ടെ പോകട്ടെ 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 പോകട്ടെ. കണ്ട അവിടെ നിർത്ത്. ക്ലച്ച് ഫുള്ളി ഓട്ടി ബ്രേക്ക് ഓട്ടി നിർത്ത്. സത്യം പറ, ഇതാണ് എളുപ്പം മറ്റേതാണ് എളുപ്പം? റിവേഴ്സിൽ ഇറങ്ങി വരുന്നതാണ് എളുപ്പം, അതാ നമ്മൾ ഫ്രണ്ട് ഇറങ്ങി വരുന്നതാണ് എളുപ്പം? എളുപ്പം ഇതല്ല, ഉറപ്പല്ല. ഇത് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. ഇനി തിരിച്ച് കയറുന്ന വഴിയും കൂടെ ഒന്ന് പറഞ്ഞാൽ ഇതുണ്ട്. നമുക്ക് നമ്മൾ ഈ അവിടെയും കൂടെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകാൻ പറ്റും. മനസ്സിലായോ? ഇത്രയും പ്രയാസമില്ല അവിടെ. ഉണ്ടോ? ഇല്ല. മുൻവശം ഓടി ഇറങ്ങുവാണ്. ഇനി കയറുന്നതും കൂടെ ഒന്ന് പറഞ്ഞാൽ ഒരു കണക്കിൽ കറക്റ്റായിട്ടെന്ന് പറഞ്ഞു. ആ ന്യൂട്രലാക്ക്. ഫസ്റ്റ് ഗിയർ ഇട്ട് ചെയ്തു. ഒന്ന് പറഞ്ഞിട്ട് ചെയ്തു. ഞാൻ കയറിക്കും. അവിടം വരെ വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞേച്ചേ. ഫ്രണ്ട് അവിടം വരെ പറഞ്ഞ പതുക്കെ പതുക്കെ പോവാ. വരട്ടെ വരട്ടെ. ഫ്രണ്ട് എവിടെയാണ് വരേണ്ടത്? എന്താ ശംഭൂര് തൊണ്ട വരണ്ടിട്ട് ശംഭൂര് 2 ഗ്ലാസ് വെള്ളമാണ് പാവം കുടിച്ചത്. അപ്പോൾ ജ്യൂസ് മേടിച്ചു തരാടാ, നീ മേടിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് ജ്യൂസ് മേടിച്ചു തരാം. അപ്പോൾ അതൊക്കെ ധൃതി വേണ്ട, എടുത്തുകൊണ്ട് ഓടരുത്, സമാധാനത്തിൽ. ആ നിർത്ത്. നമ്മുടെ പോർച്ചിലോട്ട് വന്നാ വണ്ടി? അത് ഇത്തിരി കൂടെ വരണ? ഇത്രയും കൂടെ വിട്ടു വന്നാ? നിർത്ത്. ഇനി എന്ത് ചെയ്യണം? നേരെ ആയിട്ടില്ല. 2 റൗണ്ട് തന്നെ നേരെ ആക്കണം കേട്ടോ. എന്നിട്ട് പതുക്കെ വിട്ടൂടെ. എവിടം വരെ പോകാൻ പറ്റും അവിടം വരെ പോകും. പോട്ടെ. ഇത്തിരി കൂടെ വരണ്ട? വരട്ടെ. ഓടിക്കയറരുത്. നിർത്ത്. ബ്രേക്ക് ചവിട്ടി നിർത്ത്. അവിടെ ഇനി ഇത്തിരി കൂടെ മുന്നോട്ട് വരണ്ട. അങ്ങനെ നിന്ന് ഓടിക്കയറരുത്. നിന്ന് ഹാഫ് ക്ലച്ചിലാക്കാം ആദ്യം. ഇനി ബ്രേക്ക് ചെയ്യുന്നു പതുക്കെ. സാരമില്ല, ഓഫ് ആയിക്കോട്ടെ. സ്റ്റാർട്ട് ചെയ്യും. ഹാഫ് ക്ലച്ചിലാക്ക്. എൻ്റെ മാമിൻ്റെ ഐഡിയ വെച്ച് മാം തന്നെ ഒന്ന് എടുത്തിട്ട് പതുക്കെ നിന്ന് ഓടി ഇറങ്ങരുത്. അവിടെ നിർത്ത്. നോക്ക് ഇച്ചിരി കൂടെ കയറട്ടെ. അങ്ങനെ തിരിച്ചിട്ട് ഇച്ചിരി കൂടെ കയറട്ടെ. ഇച്ചിരി കൂടെ പോട്ടെ. ഇനി എന്ത് ചെയ്യണം? തിരിച്ചിട്ട് വീണ്ടും നിവർത്തിക്കണം. കാരണം ഇവിടെ തിരിച്ചു. അപ്പോൾ അതൊക്കെ വിട്ടുവിടും. എന്നിട്ട് ഇവിടെ വരുന്നെന്ന് കാണുമ്പോൾ നിവർത്തിക്കണം. ഇങ്ങോട്ട് വന്നെന്ന് കാണുമ്പോൾ നിർത്തിയിട്ട് നേരെ ആക്കിക്കണം. അപ്പോൾ അതൊക്കെ വിട്ടുവിടും. നോക്കി പതുക്കെ പോട്ടെ. എന്താ വീണ്ടും അങ്ങോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചോണം ഇങ്ങോട്ട്. നേരെയാക്കാന്ന് നിവർത്തി നേരെയാക്ക്. മറന്നു ഏതെങ്കിലും സൈഡിലോട്ട് എന്നിട്ട് 2 റൗണ്ട് നേരെയാക്കി. മതി. ഇനി പതുക്കെ വിട്ടുവിടും. വണ്ടി ഈ സൈഡ് ചേർന്ന് വരും. അപ്പോൾ വീണ്ടും നിർത്തിക്കണം. ഒരടിയും കൂടെ വെച്ചോണം. ഫ്രണ്ട് നോക്കി. മതി. ഇനി വീണ്ടും ഇടത്തോട്ട് തിരിച്ചോണം. ഫുള്ള് തിരിച്ചു. മറന്നണ്ട. നോക്കിക്കോ എവിടെ വരെ പോകാൻ പറ്റുമെന്ന്. പോട്ടെ
പോട്ടെ പോട്ടെ. ആ നേരെയാക്ക്. നേരെയാക്കി ഇങ്ങനെ തന്നെ മുന്നോട്ട് കയറ്റിയിടണം. കാരണം എന്നാലേ ബാക്ക് നമുക്ക് ചരിഞ്ഞ് കിട്ടത്തുള്ളൂ. എവിടം വരെ മുന്നോട്ട് പോവാം അവിടം വരെ മുന്നോട്ട് പോകും. ഇങ്ങനെ ചരിച്ച് തന്നെ ഇടണം കേട്ടോ. ഇച്ചിരി കൂടെ പോട്ടെ. ആ മതി. ന്യൂട്രലാക്ക്. ഹാൻഡ് ബ്രേക്ക് വലി. ഇപ്പോൾ കാർ പോർച്ചിൽ നിന്ന് കയറാനും ഇറങ്ങാനും മനസ്സിലായില്ല. ഒരാളുടെ ആവശ്യമുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഒന്നുകൂടെ പറയണ്ട. ചെയ്ത് ഞങ്ങൾ അവിടെ മാറി ഇത് ജ്യൂസ് കുടിക്കും. ജ്യൂസ് കുടിക്കുമ്പോൾ സ്വന്തമായിട്ട് ഇത് ചെയ്യണം. ആദ്യം ഫുൾ ഇടത്തോട്ട് ഓടിക്കണം. ഓടിക്കണം. എന്നിട്ട് റിവേഴ്സ് ഇറങ്ങണം. ആ എന്നിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇത് ഇവിടെ തട്ടുമോ നോക്കണം. ആ എന്നിട്ട് നേരെയാക്കണം. നേരെ ആക്കണം. എന്നിട്ട് പിന്നെ ഈ ഗ്ലാസ് അതിന്റെ പുറത്ത് ഇറങ്ങുമ്പോൾ എന്നിട്ട് വീണ്ടും ഇടത്തോട്ട് ഫുൾ ഓടിക്കണം. തിരിക്കണം. എന്നിട്ട് നമ്മൾ അതിന്റെ മോനെ കാണുമ്പോൾ നിർത്തണം. നിർത്തണം. നേരെയാക്കണം. ആ നേരെയാക്കിയതിന് ശേഷം പിന്നെ മറയുന്നവരെ വിട്ടു കൊടുക്കണം. ആ മറഞ്ഞോണ്ട് ഫുള്ള് തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങണം. ഒന്നുമില്ല ബാക്കിലോട്ട് ഇറങ്ങാനായിട്ട്. ഓക്കെ അല്ല? ചെയ്തോളൂല്ലോ. ഇപ്പം കാർ പോർച്ചിൽ നിന്ന് ഇറങ്ങാനും കയറാനും ഓക്കെയാണ്. ഇനി നമുക്ക് ഇടവഴിയിലുള്ള അടുത്ത ടാസ്ക്കാണ്. ഇത് തന്നെ ചെയ്യും എന്നിട്ട് ഇറങ്ങാം.